മറ്റൊന്ന് SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്നു പരാതി. കെ അനുരാഗിനെതിരെ SFI ഏരിയ കമ്മിറ്റി അംഗമായ പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അനുരാഗിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്താണ് പരാതിയുടെ അടിസ്ഥാനം? പെൺകുട്ടി എവിടെ, പോലീസിലാണോ പരാതിപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെയാണോ പരാതിപ്പെട്ടിരിക്കുന്നത്? ശ്യാമലി, പാർട്ടിയിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, 2 മാസം മുമ്പ് നടന്ന കാര്യമാണ് എന്നാണ് ഇത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് മാസങ്ങൾക്ക് മുമ്പാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഏരിയ സെക്രട്ടറിക്ക് ഉൾപ്പെടെ വാക്കാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല. തുടർന്നാണ് പരാതിയായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ജില്ലാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്യുന്നത്. തുടർന്ന് ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇന്ന് SFIയുടെ അവിടുത്തെ ഏരിയ തലത്തിലുള്ള ഫ്രാക്ഷൻ യോഗം ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. ഈ സംഭവത്ത് ഇതുമായി ബന്ധപ്പെട്ട് അനുരാഗിന് നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫ്രാക്ഷൻ യോഗം ഉൾപ്പെടെ പ്രദേശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ സെക്രട്ടറിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടില്ല. ഇത്തരം നടപടികൾ ഇല്ലെങ്കിൽ, തനിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ പോലീസിനെ സമീപിക്കാനുള്ള മനോഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരാതി നൽകിയ പെൺകുട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അനുരാഗിനെതിരെ പാർട്ടി SFIയുടെ സംഘടനാ നടപടി വരാനുള്ള സാധ്യത ഏറെയാണ്. അത് സംബന്ധിച്ച യോഗങ്ങൾ, സാക്ഷി യോഗവും ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. ശ്യാമിൽ.